ചുരുങ്ങിയ ഇബാദത്തുകൾ, അതിന്റെ വേളയിൽ കിട്ടുന്ന പ്രാർത്ഥനയിൽ മുഴുവൻ പേരോട് ഉസ്താദിന് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഉസ്താദിന് വേണ്ടിയും ഉസ്താദിന്റെ കുടുംബത്തിന് വേണ്ടിയും ഉസ്താദിന്റെ ഉസ്താദുമാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വളരെ ആഗ്രഹിച്ച് കുറ്റ്യാടി വന്ന് ഉസ്താദിനെ കണ്ടുപോയ കാലം അതെനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ റബ്ബിന്റെ വിധി, റബ്ബുദ്ദേശിച്ചത് സംഭവിച്ചു. ഞാൻ സ്നേഹിച്ച പേരോട് ഉസ്താദ് എന്നെ സമൂഹത്തിൽ നിന്ന് മാറി മറിഞ്ഞു. എനിക്കതിൽ വേദനയുണ്ട്. ഉസ്താദ് തിരിച്ചു വരണം, ഞങ്ങളൊക്കെ സ്നേഹിച്ചിരുന്ന ഉസ്താദായിട്ട് തിരിച്ചു വരണം എന്ന ഒറ്റ ഉദ്ദേശമേ റബ്ബ് സാക്ഷി എനിക്കുള്ളൂ. പക്ഷേ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും വിട്ടൊഴിച്ച്, എന്നെ അറിയുന്നവർക്കറിയാം, എനിക്ക് ഭൗതികമായി ജീവിക്കാൻ അറിയാഞ്ഞിട്ടല്ല, എനിക്ക് ഭൗതികമായി ഉയരങ്ങളിലെത്താൻ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ എന്റെ തല ഇവരുടെ കാൽ കീഴിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞാൻ പണയം വെച്ചു, അവിടെ വെച്ചുകൊടുത്തു. എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരാളായി ഞാൻ ഇവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തു. പക്ഷേ എനിക്ക് വേദനയുണ്ടായ ഒരു കാര്യം പറയാണ്. ഇതിനുശേഷം പല കാര്യങ്ങളും സംഭവിച്ചു. എനിക്ക് 100% ഇവർ കളവ് പറയുകയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ ഉസ്താദ് തന്നെ പഠിപ്പിച്ചു തന്ന വഴി ഞാൻ സ്വീകരിച്ചു. ഒരിക്കലും കളവിന്റെ കൂടെ നിൽക്കരുത്, അത് ഉസ്താദായിരുന്നാലും വിട്ടേച്ചു പോകണമെന്ന ഉസ്താദിന്റെ ഉപദേശം സ്വീകരിച്ച് ഞാൻ അതിനോട് സലാം പറഞ്ഞു. പക്ഷേ ഞാൻ ഇവരോടൊന്നും പറയാൻ ഞാൻ പൊതുവെ സ്റ്റേജിലൊന്നും പോവാറില്ല. അത്യാവശ്യങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ ചിലപ്പോൾ ചില മൈക്കിന് മുമ്പിൽ പറഞ്ഞിരിക്കാം. പക്ഷേ ഒരു മര്യാദയുമില്ലാതെ ദാക്ഷിണ്യവുമില്ലാതെ ഞാൻ പണത്തിനു വേണ്ടിയാണ് സംഘടന വിട്ടതെന്നും IPC എന്ന സ്ഥാപനത്തിന് എന്നെ പിരിച്ചുവിട്ടതിന്റെ, എന്നെ അവിടുന്ന് ഒഴിവാക്കിയതിന്റെ പ്രശ്നമാണ് അവനെന്നും പറയാൻ, പച്ചക്കള്ളം പറയാൻ, ദജ്ജാലൂന കസ്സാബൂന എന്ന് പറയുന്ന പച്ചക്കള്ളം പറയാൻ പേരോട് ഉസ്താദിന് നാവുബന്തി. അത് ഞാൻ പൊരുത്തപ്പെട്ടാലും അള്ള പൊറുക്കൂൽ ഉസ്താദേ. കാരണം ഞാനിത് ആവേശത്തിന് പറയല്ല, ആരെ ആവേശാക്കാൻ പറയല്ല. എന്റെ വേദന അറിയണമെങ്കിൽ ആദ്യം ഒരു മനുഷ്യനാവണം. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പണ്ഡിതനാവുക, തലക്കെട്ട് കെട്ടുക, ബിരുദം വാങ്ങുക, ഇതൊക്കെ ആർക്കും കഴിയും. ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു അന്തസ് കാണിക്കണമായിരുന്നു. ഞാൻ ഈ സംഘടനയുള്ള AP വിഭാഗത്തിലുള്ള ഏകദേശ പണ്ഡിതന്മാരെ എനിക്കറിയാം. ഞാൻ നല്ല ബന്ധം സ്ഥാപിച്ചു. പക്ഷേ ഞാൻ അമ്പലക്കടവ് ഫൈലിയെപ്പറ്റി അന്ന് കരുതിയത് ഏറ്റവും മോശക്കാരനാണെന്ന് ഇവരുടെ ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി. പക്ഷേ ഞാൻ അമ്പലക്കടവ് ഫൈലിയെ പരിചയപ്പെട്ടപ്പോൾ ഞാനൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. നിങ്ങൾ പാണ്ഡിത്യങ്ങൾ ഞങ്ങളുടെ പാണ്ഡിത്യമാണ്, വാലുവെച്ച് തലയെക്കെട്ട് കെട്ടിയാൽ മനുഷ്യനാവൂല. മൊയ്ലിയാറാണെന്ന് ആൾക്കാർ വിളിക്കും. മനുഷ്യനാവണമെങ്കിൽ മനുഷ്യത്വം വേണം. ഞാൻ പറയുകയാണ് ഇവരോട്, നിങ്ങളോടൊക്കെ പറയാണ്, ഒരു 10 ദിവസം അമ്പലക്കടവ് ഫൈലിയെ കൂടെ നടക്കുക. നിങ്ങളൊന്നും ചോദിച്ചു പഠിക്കണ്ട, മനുഷ്യനാകാൻ പഠിക്കുക. മനുഷ്യനായതിനു ശേഷമല്ലാതെ ഒരു മതപ്രബോധനവും ശരിയല്ല ഉസ്താദേ. എന്നെ കിബിറനാക്കാൻ എന്റെ മനസ്സിൽ, നിങ്ങൾ എപ്പോഴും പറയാറില്ലേ എന്റെ മനസ്സിൽ കിബിറുണ്ടോ എന്ന്, ചിലപ്പോൾ ഉണ്ടായേക്കാം. ഞാൻ മൗസൂമല്ല. പക്ഷെ അത് എന്നെ പഠിച്ച റബ്ബിനല്ലാതെ നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലാകുക? കറാമത്ത് പോയിട്ട് ഇസ്രാജ് പോലും ഉണ്ടാവാനുള്ള കോലം ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എവിടുന്ന് മനസ്സിലായതാ? അത്രയും വേദന കൊണ്ടാണ് പറയുന്നത്. പിന്നൊരു മഹാനുണ്ട്, കുമ്മോളി. ഞാനിതിന്റെ മുന്നിൽ നിന്ന് പറയാണ്. കുമ്മോളി മൊത്തത്തിൽ എനിക്കറിയാം. കുമ്മോളി ഒരു കുഞ്ഞാപ്പുവാണെന്ന് എനിക്ക് മുമ്പേ അറിയാം. കാരണം ഞാൻ അദ്ദേഹത്തെ നല്ല പരിചയമുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്റെ അടുത്ത് എന്നോട് ഈ വ്യക്തി, അതൊക്കെ അദ്ദേഹം വിശദീകരിക്കും, എന്നോട് പറഞ്ഞു, നിങ്ങൾ പേരോട് ഉസ്താദിന്റെ അടുത്ത് ഇരിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ 100 വട്ടം തയ്യാറാണ്. ഇനി അവർ പറയുന്ന സത്യമാണെങ്കിൽ ഞാൻ കാല് പിടിച്ചു മാപ്പ് പറയും. ഇങ്ങനെ മൂപ്പറ് വിചാരിച്ച് ഇവര് അൻസാർ മാഷ് ഓട് സംസാരിച്ച് അദ്ദേഹത്തെ ഒരാൾ നന്നാണെന്നല്ല കരുതാ. അങ്ങനെ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ തയ്യാറായി. അപ്പൊ മൂപ്പറ് വളരെ ആവേശത്തിൽ പേരോടിനെ വിളിച്ചു. അതൊക്കെ അദ്ദേഹം വിശദീകരിക്കും. അതിനുശേഷം കുമ്മോളിയെ വിളിച്ചു. കുമ്മോളി പലതവണ ഒഴിഞ്ഞു മാറി. ലാസ്റ്റ് കുമ്മോളി പറഞ്ഞെന്താണെന്നറിയോ?
അൻസാർ മാഷിക്കുള്ള സംശയങ്ങളൊക്കെ ഒരു വെള്ളക്കടലാസിൽ വൃത്തിയുള്ള കൈയക്ഷരത്തിൽ എഴുതിയിട്ട് ഇവിടെ അപേക്ഷ സമർപ്പിക്കാർക്ക് കുമ്മോളിക്ക്. എന്നിട്ട് ഞാനതൊക്കെ ഒന്ന് പഠിച്ചിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കണമെന്ന് നോക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ് ഇനി നിങ്ങൾ വിളിക്കണ്ട, ഇപ്പം വെള്ളക്കടലാസ് പോലെ ഇനി മുദ്ര പേപ്പറിൽ എഴുതി കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാനിത് നിങ്ങളോട് ആദ്യം പറയാതിരുന്ന്, ഞാനിത് ഇയാളൊരു സഫിയാണ് പൊട്ടനാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കൂല. അപ്പൊ അയാൾ അനുഭവിച്ച് മനസ്സിലാക്കി. ഞാനിത് വെറുതെ പറയല്ല. ഇദ്ദേഹം ഈ കഴിഞ്ഞ റമദാനില് നമ്മളെ ദമാമില് ജാഫർ ഖാൻ എന്ന് പറഞ്ഞ എന്റെ മുമ്പേ മുടിയെ എതിർത്തുകൊണ്ട് സംഘടന വിടുകയും അതിനെതിരെ സ്റ്റേജ് പങ്കെടുക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം മുനാഫിക്കുമായിട്ടില്ല, കിബറനായിട്ടില്ല, മോശക്കാരനായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. കാരണം എന്താ പറയുന്നത് അറിയോ? എന്തായിരിക്കും? എന്റെ കയ്യിൽ ഈ കാണുന്നതേ ഉള്ളൂ, പൈസയില്ല. ബാക്കി എനിക്കറിയാലോ. അപ്പൊ അദ്ദേഹം ഇപ്പോഴും മായാനാണ്. ഞാൻ മോശക്കാരനായത് ഇവര് ആലിമ്യങ്ങൾക്കെതിരെ പറഞ്ഞു. ഞാനെന്തായാലും 10-20 കൊല്ലായി ഈ വിഷയം പഠിക്കുന്നു. അദ്ദേഹം അതും ചെയ്തിട്ടില്ല. അദ്ദേഹം ആലിമ്യങ്ങൾക്കെതിരെ പറഞ്ഞത് അത് കിബറൊന്നല്ല. കാരണം പൈസ പണത്തിനോളും പരുന്നും പറക്കൂലല്ലോ. അപ്പോഴെന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ റൂമില് കുമ്മോളി റമദാനിൽ പോയി. അദ്ദേഹം ആണെങ്കിൽ ഭയങ്കര പ്രഷറായി. ഇവരിങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമായ ആശയമൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചോദിച്ചു, നിഴലിന്റെ വിഷയം ചോദിച്ചു. ബഹുമാനപ്പെട്ട പേരോട് സ്ഥാനം ഇപ്പൊ നിഴലേ കാണാനില്ലല്ലോ. മുത്തുനബിക്ക് നിഴലുണ്ടായതിനു ശേഷം നമ്മുടെ പേരോട് സ്ഥാദിന് നിഴലില്ല. കാരണം നിഴല് കാണാനില്ല. എന്താണെന്നറിയില്ല. ആരും പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തെ കാണാറില്ല. ഇതാ മസാഫി ശംസി അവിൽ കമരി എന്നല്ല, അതൊന്നും നടക്കാറില്ലല്ലോ. അപ്പോ റൂമില് അടച്ചിട്ടിരുന്ന് എല്ലാവരെയും ഭയപ്പെട്ടിരിക്കുമ്പോ നിഴല് കാണൂല. അതുപോട്ടെ. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, ഓൺലൈനിൽ ചോദിച്ചോ. അപ്പൊ പറഞ്ഞു, ഓൺലൈനിൽ ചോദിച്ചാൽ ഇവര് മൈക്ക് ഡോട്ടിടും, അങ്ങനെ മനസ്സിലാവൂല, അങ്ങനെ വലിയ പ്രശ്നമുണ്ട്. ഇല്ലെല്ലാം ഞാൻ ഏറ്റവും ചോദിച്ച വിശദമായി മറുപടി പറയുന്നത്. അങ്ങനെ ഇയാൾ അഞ്ചൻ സുബൈറും കാത്തുനിന്നു. ഒരു ദിവസം ഓൺലൈനിൽ ചോദിച്ചു, ഉസ്താദെ പേരോട് ഉസ്താദ് പറഞ്ഞില്ലല്ലോ മുത്തുനബിക്ക് നേലുണ്ടാവും, അതിന്റെ യാഥാർത്ഥ്യം എന്താ? ഇപ്പൊ ബഹുമാനപ്പെട്ട കുമ്മോളി ഇതിന്റെ മറുപടി എന്താണെന്നറിയോ? അദ്ദേഹം പറയാ, അത് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ പേരോട് ഉസ്താദിനോട് നേരിട്ട് ചോദിക്കേണ്ടതാണ്. അപ്പൊ സുബൈർക്ക് ചോദിച്ചു, അല്ല ഉസ്താദ് നിങ്ങളല്ലേ പറഞ്ഞു ഓൺലൈനിൽ വന്നാ മറുപടി പറയും, ഇതാണ് അതിന്റെ മറുപടി. അങ്ങനെ മറുപടികൾ പല രൂപത്തിലുണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഒരു മനുഷ്യന് മന്ദബുദ്ധിയാണ് എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു ബുദ്ധി വേണ്ടേ? അങ്ങനെ ആരെങ്കിലും പറയോ? ദമാമിൽ പോയിട്ട് നിങ്ങൾ ആലോചിച്ചു, റൂമിൽ പോയിട്ട് അയാളോട് പറഞ്ഞു ഓൺലൈനിൽ മറുപടി പറയാന് ഇവരെ കഷ്ടപ്പെടുത്തണോ? നിങ്ങളുടെ നാട്ടിൽ വന്ന അങ്ങനത്തെ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. കഴിഞ്ഞ ദിവസം 14 കൊല്ലം കൈറോയിൽ പഠിച്ചു, 6 കൊല്ലം ഇവിടെ പഠിച്ചു, 2 കൊല്ലം ഇവിടെ പഠിച്ചു എന്നെല്ലാം പറഞ്ഞൊരു മൊയിലാറായിട്ട് സംസാരിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര കൊല്ലം പഠിച്ചിട്ടും കാര്യമില്ല, ഈ മണ്ടയിൽ എന്തെങ്കിലും വേണം. 100 കൊല്ലം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബുദ്ധി നിങ്ങൾക്ക് തരാത്തതിന് ഞാൻ നിങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഇതിപ്പോ അള്ളാഹ് സൃഷ്ടിപ്പില്ലതല്ലേ. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള വിവരമില്ലാന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു വിവരം വേണം. എന്തിനാ എന്നെ കിബറനാക്കി? ഞാൻ ചുരുക്കത്തിലേക്ക് പറയാം. എന്താ കിബറ്? ഇവർക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കിബറനായത്. മറുപടി ഉണ്ട്, അന്തസ്സോടെ പറഞ്ഞാൽ പോരെ. അപ്പോഴും ഞാനിവിടെ ഈ പേരോട് ഉസ്താദായിട്ട് എന്റെ നാട്ടിൽ പയ്യോളി വന്ന് ഇദ്ദേഹം ഒരു പ്രസംഗം നടത്തി. വളരെ എല്ലാവരെയും കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു പരിപാടി നടത്തിയിരുന്നു. അപ്പം ഇയാൾക്ക് ഇതിന് മറുപടി പറയാതിരിക്കാൻ താങ്ങുന്നില്ല. പണ്ടത്തെ ഒരു ശീലം കുറച്ചുണ്ടാവുമല്ലോ. പക്ഷെ മറുപടി പറയാൻ ആൺകുട്ടികളുടെ മുന്നിൽ മറുപടി പറഞ്ഞാല് സ്റ്റേജുമ്മൽ 1-2 ഒക്കെ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ അങ്ങനെ ആക്ഷേപിച്ച് പറയുന്നല്ല, എന്നെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാനൊന്നും പറഞ്ഞാൽ പോരെ. ഞാൻ പിന്നെ എന്റെ മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കത് പറയാൻ തന്നെ അവിടെ വന്ന്. പക്ഷേ ഞാൻ ആ സ്കൂളെല്ലാം പഠിച്ച്, നിങ്ങൾ പഠിച്ച് സ്കൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മതിയാകുവരും, വർത്താനങ്ങളൊക്കെ മതിയാക്കുവരും. പക്ഷേ മര്യാദ എന്നുള്ളൊരു കാര്യം ഞങ്ങള് വീട്ടിൽ നിന്ന് പഠിച്ചതാ. അത് മനുഷ്യനായപ്പോ പഠിച്ചതാ. അപ്പൊ മനുഷ്യത്വം പഠിച്ചുകൊണ്ട് ഞാനത് പറയുന്നില്ല, അല്ലാതെ പറയുന്നില്ല. പക്ഷെ അർഹതപ്പെട്ടത് നിങ്ങൾക്കുണ്ട്, അതെല്ലാം നിങ്ങൾ ചേർത്ത് വായിക്കണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അടച്ചിട്ട റൂമില് പ്രവർത്തകന്മാരെ മാത്രം വിളിച്ചു വരുത്തി ഒരു ക്ലാസ് എടുത്തു. ഇത് സത്യത്തിൽ ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇവരെ സജീവ പ്രവർത്തകൻ
ഒരാളിത് റെക്കോർഡ് ചെയ്ത് എന്നോടത്ത് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയോ? ഇതിന് മറുപടി ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ, എനിക്ക് അത് ബർക്കത്ത് ചെയ്യട്ടെ. കാരണം ഇത് എങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരോട് നമ്മൾ ഈ ഒളിച്ചുപൊത്തി പിടിക്കണ്ടെന്ന് വിചാരിച്ചു, ഒരു മര്യാദ കാണിക്കാന്ന് വിചാരിച്ചു പിടിക്കേറ്റ. എനിക്കത് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. മൂപ്പർ കൊണ്ടു തന്നു. അങ്ങനെ അത് ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരുപാട് ഇവരെ പുറകെ സൈക്കിൾ എടുത്ത് കൂടുന്ന പരിപാടി എനിക്കില്ല. മറ്റു പല പരിപാടി ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു ദിവസം ഈ അബ്ദുറഹ്മാൻ ഖാന്റെ മകൻ വന്നു. അബ്ദുറഹ്മാൻ ഖാന വിഷയങ്ങള് ഈ ഇടപെട്ടപ്പോ മൂപ്പർക്ക് മനസ്സിലായി. മൂപ്പറ മകൻ ഭയങ്കര സജീവ AP വിഭാഗം പ്രവർത്തകനാണ്. അപ്പൊ മൂപ്പറ മകൻ വന്നപ്പോ ഞാൻ ഇയാളെ പ്രസംഗിട്ടിട്ട് ഞാനൊരു ഭാഗത്തിന്റെ മറുപടി കേൾപ്പിച്ചു കൊടുത്തപ്പോ ഇവൻ പറയാ, ഈ കുട്ടി AP അന്ന് ഇതിന്റെ മുമ്പിൽ കേട്ടിട്ടൊന്നുമില്ല, AP വിവാദമല്ല, എന്നോട് പറഞ്ഞു നിങ്ങൾ ഇത് സമൂഹത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ കുറ്റക്കാരനാവും. അപ്പൊ ഞാനും ചെയ്തു എന്നറിയോ? അത് ശരിയാണല്ലോ, മൂപ്പർ ഒരാളുടെ അഭിപ്രായം. അപ്പൊ ഞാനും ചെയ്തു, ഇയാളെ വിളിച്ചിട്ട് ഞാനെന്താ കരുതുന്നത് വെച്ചാൽ ഇവരൊക്കെ കൂട്ടി ഇവിടെ വന്നിട്ട് ഈ വിഷയം ഒന്ന് സംസാരിക്കാം. അപ്പൊ വിളിച്ച് ആദ്യം ഒരു ഖാദിമ് എടുത്തു. അപ്പൊ അയാള് പറഞ്ഞു 9 മണി 9:30 അങ്ങനെ എന്തെല്ലോ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ക്ഷമിച്ച് അങ്ങനെ വിളിച്ചു. അപ്പൊ പിറ്റേന്ന് 10 മണിക്ക് ഒരു ഉച്ചന് മുമ്പ് വിളിച്ചോന്ന് പറഞ്ഞു. അതിനുശേഷം 44 പ്രാവശ്യം വിളിച്ചിട്ട് ഇയാള് ഫോൺ എടുത്തില്ല. ഇടക്ക് ഫോൺ ഓണാക്കിയിട്ട് ഇങ്ങനെ പിടിക്കൂ, ഇടക്ക് എടുക്കൂല. അങ്ങനെ ഞാൻ ഇയാളുടെ ഡ്രൈവറെ വിളിച്ചപ്പോ ഡ്രൈവർ വെള്ളിയാഴ്ച വന്നോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, വെള്ളിയാഴ്ച എനിക്ക് ഏത് ദിവസം ആയാലും, പക്ഷെ മൂപ്പറാളുണ്ടാവോ, നിങ്ങൾ വന്നോക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്, ഞാൻ വെറും ഇതല്ല. അങ്ങനെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, നിങ്ങൾ സിറാജ് എന്റെ ഓഫീസിലെ നമ്പർ തന്നേക്കും ഇവിടുത്തെ ഡ്രൈവറോട്. എനിക്ക് ഓഫീസ് നമ്പർ അറിഞ്ഞൂടാ. ഈ അന്തൂർ എന്ന് പറഞ്ഞ ഡ്രൈവർ എത്രയോ കാലം, ഞാൻ തന്നെ ഇവിടെ എത്രയോ കാലം താമസിച്ച. എനിക്കറിഞ്ഞൂടെ അന്തൂറിനെ, ഇവിടുത്തെ ഓഫീസും ഇവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ എല്ലാ കളികളും എനിക്കറിയാം. പിന്നെ ഞാനതൊന്നും ഇപ്പം വിളിച്ചു പറയുന്നില്ല. ആ കളികളൊക്കെ ഉണ്ടായിട്ട് അവരെ നിങ്ങൾ പുറത്താക്കാത്തതിൽ പ്രതിഷേധമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അത് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന എനിക്കറിയാം. നിങ്ങൾ ചിലപ്പോ ഉള്ളിൽ കിടക്കുന്ന വഴിയും എനിക്കറിയാം. പക്ഷെ ഞാന് അത് ചെയ്യാത്തത് എല്ലാവരും ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വിചാരിച്ചിട്ടാ. പോട്ടെ. അപ്പൊ അതെല്ലാരും ഉദ്ദേശിച്ച് പറഞ്ഞാൽ കേട്ടോ, അത് ചില ആൾക്കാര് രോഗികൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തുവിടൽ അനിവാര്യമാണ്. കാരണം അത് നമ്മളെയൊക്കെ മക്കളെ പ്രശ്നം, എല്ലാവരുടെ മക്കളെയും പ്രശ്നം, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ ഇയാൾക്ക് എന്താ അറിഞ്ഞൂടാ, നമ്പർ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് എന്നെ കുറേതവർ. അങ്ങനെ ലാസ്റ്റ് എല്ലാം കൂടി ഞാന് ഇയാളൊന്ന് ചെക്ക് ചെയ്താൽ പറ്റും. എനിക്ക് സിറാജിന്റെ നമ്പർ ഇട്ട, പേരോടിന്റെ വീട്ടിൽ നമ്പർ അറിയാം, എനിക്കെല്ലാം അറിയാം. ഞാൻ പേരോടിന്റെ അടുത്ത് താമസിച്ചല്ലേ. എനിക്കിപ്പോ ഒരു പേരോട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട പോലെ പേരോടിന ഏതെങ്കിലും പ്രവർത്തനം കണ്ടിക്കോ. പേരോടിനെയും കുമ്മോളിനെയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാവരും അടിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. മുത്തലിബ് ഉസ്താദ് ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഇന്നുവരെ മൂപ്പറടുത്ത് ഒരു മോശവും കണ്ടിട്ടില്ല. കുട്ടികളെ പറയുന്ന പോലെ മൂപ്പർ ചെയ്യുന്നുണ്ട്, ഇബാദത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഖുർആൻ ഓതുന്നത് കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മോശമൊന്നും കണ്ടിട്ടില്ല. ത്വാഹ തങ്ങൾ സഖാഫിയെ പറ്റിയും ഞാനൊന്നും ഒരു മോശവും കണ്ടിട്ടില്ല. തെറി പറയാനും ചീത്ത പറയാനും ആവശ്യമില്ലാത്ത ആൾക്കാർ പറയാൻ എനിക്ക് താല്പര്യമില്ല. അവരൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും നല്ലവരാണ്. പക്ഷേ അങ്ങനെ ഞാനിത് വിളിച്ചപ്പോ ഇവര് പറഞ്ഞ് ഇവര് മറുപടിയൊക്കെ കേൾക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് CD-യിലൊക്കെ ഉണ്ട്. ഇവര് മറുപടി രസം. നിങ്ങൾ ഇവിടെ വിളിച്ചിടങ്ങാറാക്കരുത്. ഞാൻ ചോദിച്ചു, പേരോട് ഉസ്താദ് കുറ്റ്യാടിയിൽ എപ്പോഴാ ഉണ്ടാകുക, സിറാജുൽ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ ഇടങ്ങാറാക്കല. നിങ്ങൾ വന്നോക്ക്. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ, എനിക്കൊരു പണിയൊക്കെ ഇല്ലേ, ഞാൻ ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കണം, നിങ്ങളൊരു ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാനന്ന് വരാം. അപ്പൊ പറഞ്ഞു, നിങ്ങളിപ്പോ അന്വേഷിച്ചോ, ഇവിടുന്ന് പറയാൻ സൗകര്യമില്ല, നിങ്ങൾ ഇനി ഇവിടെ വിളിക്കരുത്. അപ്പോഴേ ഇതൊക്കെ സംഭവം ഉണ്ടായപ്പോ ഞാൻ ചുരുക്കി പറയാൻ പെട്ടെന്ന് എന്റെ വിഷയത്തിൽ ഞാൻ ഒരുപാട് ഇവര് പറഞ്ഞ പോയത്തങ്ങൾ ഒരുപാട് പറയാനുണ്ട്. കിതാബ് വെച്ച് ഞാൻ കേട്ട് പഠിച്ചതാ, ഇവര് ഓതി പഠിച്ചതാ. പക്ഷേ ഞാന് ഒന്നും തോന്നരുത് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പണ്ട് ഇവരൊക്കെ വലിയ കോത്താമ്പികളാന്നാ. സംഭവം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു, ഒരൊറ്റ ഈ സിറാജുൽ പഠിക്കുന്നു. മുത്തലിബ് ഉസ്താദിനെയും താത്തങ്ങൾ ഉസ്താദിനെയും എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയുന്നില്ലേ, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ കോത്താമ്പികളുണ്ടല്ലോ, വലിയ വലിയ ആൾക്കാർ, ഒരു വസ്തുതീനിന്റെ ഒരു അടിസ്ഥാനം തിരിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ ഈ സ്റ്റേജിലാണ് തയ്യാറാ. ഒരു ഹർഫനക്ക് വായിക്കാൻ അറിയണ്ട, നിങ്ങൾക്ക് അറിയില്ല. വിവരമില്ല എന്ന് വെച്ചാൽ വിവരമില്ലാത്ത ഓതി പഠിക്കേറ്റല്ല. കുറെ കാലം പറഞ്ഞ കാര്യമില്ല. അതിന് തൗഫീക്ക് വേണം. അതിനാദ്യം തന്നെ എന്താണ്, ഇഖ്ലാസ് വേണം. നിങ്ങള് പണ്ട് എന്നെ പിടിച്ചത് ഞങ്ങളെ പറ്റിച്ചതായവര്. കാന്തപുരത്തിന്റെ കറാമത്ത്
കള്ളക്കറാമത്തുകളിലും കേട്ട് ഞാനൊരു പുസ്തകം വായിച്ച അഭിഷേകല്ലേ, പുസ്തകത്തിൽ വരെ കാന്തപുരത്തിന്റെ കറാമത്ത് ഒരു ഡോക്ടർ എഴുതി വെച്ചിരിക്കും. ആ കറാമത്ത് കണ്ടതിന് ശേഷം ഞാൻ മനസ്സിലാക്കി അതൊരു ചൈൽഡ് കറാമത്താ. അപ്പോ ഇങ്ങനെ പറ്റിച്ചപ്പോ ഇഖ്ലാസ് ഇല്ലാതെ പ്രസംഗിച്ചു. നിങ്ങളെല്ലാ ഹിക്മത്തും അല്ല എടുത്തു കളി. കാരണം മുത്തുനബിയോട് കളിച്ചാലേ. അതുകൊണ്ട് തന്റെ ഇടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞ അൻസാർ മാഷ് കിതാബ് ഓതിക്കും. നിങ്ങളോട് പറയാൻ കിതാബ് ഓതണ്ട. കിതാബ് ഓതാന്നിട്ട് മനുഷ്യന്മാർക്ക് ബുദ്ധിയല്ലാത്ത. അതുകൊണ്ട് ബുദ്ധിയുള്ള ആൾക്കാർ കുറച്ചേരം ഇരുന്നാൽ നിങ്ങൾക്ക് വിഷയം തിരിയും. നിങ്ങൾക്ക് ആ മനസ്സൊന്ന് തുറന്നിട്ടാൽ. കാരണം ഞാനതിലേക്ക് കടക്കുന്നില്ല, വിശദമായിട്ട് കടക്കുന്നില്ല. അവര് പറഞ്ഞ അബദ്ധത്തിന്റെ പേരോട് പറഞ്ഞ ഒറ്റ അബദ്ധം ഞാൻ പറയാം. ഞാൻ എല്ലാം ഒന്ന് കഴിഞ്ഞ് വേറൊന്ന് പറയുകയാണെങ്കിൽ നടക്കൂല. ഞാനിപ്പോ സമയം നോക്കുന്നുണ്ട്, മൂപ്പറ സമയം ഞാൻ അനുവദിക്കുകയും ചെയ്യും. അപ്പൊ പേരോട് ഏറ്റവും രസകരമായത് എന്താണോ, മുത്തുനബീന്റെ ഷഅർ മുബാറക്ക, മുത്തുനബീന്റെ ഒരു ഭാഗവും കത്തൂല. കത്താതിരിക്കാൻ കാരണം എന്താന്നല്ലേ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നെ അറിയാം മുത്തുനബിയിൽ നിന്നാണ് പടക്കപ്പെട്ട ഈ സാധനമൊക്കെ. അപ്പൊ മുത്തുനബിക്ക് മുത്തുനബീനെ അതിജയിക്കുന്ന ഒരു സംഭവം ഇവിടെ സൃഷ്ടിക്കൂല. അതൊന്നും പിന്നെ ഈ കിതാബ് നോക്കണ്ട, ആ സംഭവം പഠിച്ചാൽ മതി. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, കത്തൂല എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ഷഅർ മുബാറക്ക് എന്ന് പറയപ്പെടുന്ന സാധനം കത്തി. അപ്പൊ പേരോട് എല്ലാരും വിചാരിച്ച പൊന്മളയാണ് വലിയ തെറ്റ് പറഞ്ഞെന്നാ. സംഭവം പേരോടാ. പേരോടെന്താ പറഞ്ഞെന്നാ നിങ്ങള് മുത്തനബി പറഞ്ഞിക്കോ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ഇസ്ലാമിന്റെ ബാലപാഠം അറിയുന്ന ഒരാള് വന്നിട്ട് അതല്ല എന്ന് പറയാൻ തന്റെ ഇടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം മാപ്പ് പറയും, കാല് പിടിച്ച് മാപ്പ് പറയും. ധൈര്യം ഉണ്ടെങ്കിൽ കിതാബ് ഓതിയ ആൾക്കാർ മീർക്കാത്തും എല്ലാ കിതാബും കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഇയാള് പറഞ്ഞെന്തെന്നോ, മുത്തുനബിയുടെ ഷഅർ മുബാറക്ക് കത്തൂല. അങ്ങനെ മുത്തുനബി എന്തൊക്കെ പറയും? നിങ്ങൾക്ക് കിതാബ് ഓതണം. എന്താ ഓതണ്ടെന്നോ, മുത്തുനബി പറഞ്ഞോലോ, നിങ്ങൾ ഖുർആന് തോലിൽ എഴുതിയിട്ട് തീയിലിട്ടാ കത്തൂല. അതിപ്പോ പരീക്ഷിക്കാൻ പറ്റുമോ? അല്ല പേരോട് സാധേ. നുബുവത്തിന്റെ അടിസ്ഥാനം അറിയോ? നുബുവത്ത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? നുബുവത്തിന്റെ അനിവാര്യത എന്താണെന്നറിയോ? ഒരു നബിയാണെന്ന് വാദിക്കുന്ന ആളൊരു വാചകം പറഞ്ഞാൽ അത് പുലർന്നിട്ടില്ലേ നുബുവത്ത് പൊട്ടി മൊയിലാറെ പൊട്ടി. പിന്നെന്ത് നബിയാ? അങ്ങനെ പുലരാതിരിക്കാൻ പറ്റുമോ? അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു വാചകം മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുർആൻ തോലിൽ എഴുതി തീയിലിട്ടിട്ട് കത്തൂലാന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുലർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തെന്നാ മൊയിലാറെ അതിന്റെ അർത്ഥം? നുബുവത്തല്ലേ നിഷേധിച്ചത്. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അള്ളാഹിനെ ശിക്ഷിക്കൂല ചിലപ്പോ. കാരണം നിങ്ങൾ വിവരക്കേട് പറഞ്ഞതാ. അറിഞ്ഞുകൊണ്ട് പറഞ്ഞ കാഫിറാവും, കുഫറാണത്. നിങ്ങൾക്ക് എന്താ ഓതിയെ? മിസ്കാത്തിൽ ഹദീസ് ഉണ്ടെങ്കിൽ മിർക്കാത്തില്ല അതിന്റെ താഴ. അങ്ങനെ മുത്തുനബി പറഞ്ഞ പുലരാതിരിക്കോ എന്ന് മാത്രമല്ല, പേരോട് പറഞ്ഞ പോലെ അതിന്റെ അർത്ഥമാണെങ്കിൽ അത് മൗദുആണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. കിതാബ് നോക്കണം. പേരോട് പറഞ്ഞ പോലെ അർത്ഥമാണെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് മത്നു കൊണ്ട് മൗദുആണ്. പഠിച്ചു വെക്കണം, മൗലവിമാരെ പഠിച്ചു വെക്കണം. ഞങ്ങളെ കുറ്റവും പറഞ്ഞ് നടന്നാ പോരാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ പറഞ്ഞാൽ പുലരണ്ടേ? എന്താ മുത്തുനബി പറഞ്ഞത്? ലോ ജുഅലൽ ഖുർആനാന്ന് പറയേ, ലോ കുത്തിബ എന്ന് പറയില്ലേ? ഹദീസിന്റെ വാചകം മാറ്റലിനെ പറ്റി നിയമം അറിയോ? ഹദീസിന്റെ വാചകം മാറ്റി പറയല് തന്നെ ഹബീബിന്റെ പേരിൽ കളവ് പറയലാണ്. മൊയിലാറെ കളവ് പറയലാണ്. അത് സാധാരണ മറ്റു കളവ് ബേപ്പി പറഞ്ഞ പോലെ തന്നെ ഒരു തോന്നിയ സാധു എന്ന് മാത്രമല്ല, അത് വ്യാഖ്യാനം നോക്കാതെ പറയലും മുത്തുനബിന്റെ പേരിൽ കളവ് പറയലാണ്. നുബുവത്തിനെ നിഷേധിച്ചതാ. പക്ഷേ അവര് നുബുവത്തിനെ നിഷേധിച്ചു ഞാൻ പറയാത്തെന്തുകൊണ്ടാണോ? അത് തെക്ലീഫില്ലാത്തൊരു മർത്തവയിലായിരിക്കും ഇപ്പുണ്ട്. ആ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒലിക്കില്ല. അതുകൊണ്ട് ചിലപ്പോ അത് അഫ്വ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ ഒരാൾ മനഃപൂർവ്വം പറഞ്ഞാൽ അങ്ങനെ നടക്കും. എന്നുള്ളത് ആലോചിച്ച് നോക്ക്. മുത്തുനബി പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചു. എന്താണ് അവിടെ നാറ് എന്ന് പറഞ്ഞാൽ 4 വ്യാഖ്യാനമുള്ളത്. ഒന്നെന്താ? നാറ് എന്ന് പറഞ്ഞാൽ ആ നാറ് എന്ന് വെച്ചാൽ അൽ മുമയ്യസു ബൈനൽ ഹഖ് വൽ ബാത്തിൽ വഹുവ എന്താണ്? നരകം. നാറെന്ന് അർത്ഥം പഠിക്കണം. നാറിന് ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന ഒരു നാറുണ്ട്, അതാണ് നരകം. ഒരു തോലില് ഒരു ഖുർആൻ ചേർത്തങ്ങ് നരകത്തിലിട്ടാൽ പോലും നരകത്തിൽ കരിയൂല. പിന്നെങ്ങനെയാണ് ഖുർആൻ കൊണ്ട് അമല് ചെയ്ത ഒരു മനുഷ്യൻ നരകത്തിൽ കരിക്കപ്പെടുക എന്നതിന്റെ അർത്ഥം? 2ാം വ്യാഖ്യാനം പഠിച്ചു വെച്ചോ. അവിടെ പറഞ്ഞത് മഹ്തരിക്ക, കരിയൂല എന്ന് പറഞ്ഞ ദമീർ ഖുർആനിലേക്കാണ്, തോലിലേക്കല്ല.
അപ്പോ തോല് കരിയുമ്പോ ഖുർആനിനെ അല്ലാഹു ഉയർത്തിക്കളയും. അതുകൊണ്ട് പരീക്ഷിക്കാൻ പറ്റൂലല്ലോ. മൂന്നാമത്തെ വ്യാഖ്യാനം കാലബൗദുഹും, ആരോ പറഞ്ഞു, അഡ്രസ്സില്ലാത്ത വ്യാഖ്യാനവും അംഗീകാരമില്ലാത്ത വ്യാഖ്യാനവും മുത്തുനബി പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടത്തേക്ക് മാത്രം പറഞ്ഞതായിരിക്കാം. നാലാമത്തെ എന്താണെന്നറിയോ? പേരോട് വെച്ച അർത്ഥമാണെങ്കിൽ അത് മൗദുവാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നിങ്ങൾക്കല്ല, അവിടെ പഠിക്കുന്ന മുത്താലിമിങ്ങളൊന്ന് പഠിക്കാനായിരുന്നു, പക്ഷെ സമയമില്ല. രണ്ടാമത് നിങ്ങൾ കേട്ടോ, ആ വിഷയത്തിൽ രണ്ടാമത് പഠിച്ചു വെച്ചോ. ഇവര് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സീനിയർ മൊയ്ലിയാർ ഒരു സംഭവം പറഞ്ഞു. ഒരു ജാബിർ റളിയല്ലാഹു അൻഹു ഒരു സംഭവം ഉദ്ദേശിച്ചു. അപ്പോഴത് ഖസായിസുൽ കുബറയിൽ, ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസുൽ കുബറയിലുണ്ട്. അതിന്റെ തൊട്ട് താഴെ തഅലീഖില് ഒരു വഹാബി എഴുതി വെച്ചു, ഇയാള് വാലും ബിത്തശയ്യുഇ, ഇയാള് തശയ്യുഇല് ഷിയായില് വാലുള്ള ആളാണ്, കടുപ്പപ്പെട്ട ആളാണ്. പേരോട് പറഞ്ഞു, മൊയ്ലാറേ, സൈനുദ്ദീൻ മൊയ്ലാറേ കിതാബ് ഓതണം, വാലും ബിത്തശയ്യുഇ, വാലും ബിത്തശയ്യുഇ. ഈ മുത്താലിമീങ്ങളൊക്കെ ഓതി ആ പറഞ്ഞു പഠിച്ചത് എനിക്കറിയാം, വലിയ ഖവായിദ പഠിച്ച വാലും ബിത്തശയ്യുഇ. അതുകൊണ്ട് ഹദീസ് തള്ളണം മൊയ്ലാറേ. ആ ഹദീസിന്റെ അടിസ്ഥാനം പറയുന്നേ, ആ തദ്രീബ് റാവി ഉണ്ടല്ലോ, നമ്മളെ ഇമാം നവവിന്റെ തദ്രീബിന്റെ ശറഹ്, അതൊന്ന് എടുത്തു നോക്കിയാൽ അതിൽ കാണും അൽ ബിദഅത്തു ബിദഅത്താനി, രണ്ട് ബിദഅത്തുണ്ട്. അസ്സുഗ്റ വൽ കുബ്ര, സുഗ്റയുണ്ട് കുബ്രയുണ്ട്. എന്താ സുഗ്റ? ഷിയ വാലിൻ ഔ ബിലാ വാലിൻ, വാലുണ്ടെങ്കിലും വാലില്ലെങ്കിലും സഈറ, അതാണ്. എന്നിട്ട് പറയാണ്, നമ്മളെങ്ങാൻ ആദാ കാരണം പറഞ്ഞ് ഹദീസുകൾ തള്ളിയാൽ ലറഹബത്ത്, എല്ലാം നശിച്ചു പോകും. ജുംലത്തും മിനൽ അഹാദീസിൻ നബവിയ്യ വഹുവ അഅ്ളമു ഫിത്ന. നിങ്ങളറിയോ, അങ്ങനെ ഹദീസ് തള്ളിയാൽ ഈ മൊത്തത്തിൽ തന്നെ മുത്തുനബിയുടെ ഹദീസുകൾ ഇല്ലാതെയാവും. അത് വലിയ ഫിത്നയാണ്. മൊയ്ലാറെ കിതാബ് നോക്കി ഇപ്പൊ എടുത്തു നോക്കോ, തദ്രീബ് റാവിയില്. അപ്പം എന്നിട്ട് ആരാ കിതാബ് ഓതാത്ത്? ചെറുശ്ശേരി സേന്തി ഉസ്താദ് കിതാബ് ഓതിയിട്ടില്ല. എന്നിട്ട് ഇയാള്, എന്നിട്ട് എന്നോട് തന്നെ അക്കൂട്ടത്തിൽ തന്നെ കുറച്ച് അന്തമുള്ള ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പല മുത്താലിമകളോട് പറഞ്ഞു, മക്കളെ ഇതൊന്നും പറഞ്ഞു നടക്കണ്ട, വാലും ബിത്തശയ്യു എന്നെല്ലാം പറഞ്ഞിട്ട് ഉസ്താദ് ഈ ബിസിനസിന്റെ തിരക്കില്ല, ഇപ്പൊ കിതാബൊന്നും നോക്കലൊന്നുമില്ല, അതുകൊണ്ട് മര്യാദക്ക് നോക്കി പറഞ്ഞാല് ആൺകുട്ടികളെടുത്ത് കൊടുക്കും ഞാൻ പറഞ്ഞു കൊടുത്താ. പിന്നെ പറയുന്നില്ല, നിഴലിന്റെ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നിഴലുണ്ടാവുമല്ലോ, അത് പിന്നെ ഇവിടുന്ന് നൗഷാദ് കൊടുത്തിട്ടുണ്ടാവും കുറെ. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വലിക്കാൻ പോകുന്നില്ല. നിഴലുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതിനേക്കാൾ രസം തോന്നി എന്താ നിനക്ക്? മൂപ്പർ എന്ത് ചെയ്തെന്നോ, ഒരാളെ കൊണ്ടൊരു ചോദ്യം ഉണ്ടാക്കിച്ചു. എന്നിട്ട് മൂപ്പർ ഒരൊറ്റ തഹ്കീക്ക്, നിഴലുണ്ടെന്ന് പറഞ്ഞത് എപ്പോഴുമല്ല, ഇല്ല എന്ന് പറഞ്ഞത് ഒരിക്കലല്ല എന്നെല്ലാം പറഞ്ഞു. അതിനെന്താ തെളിവ്? സൈനബ് ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ലില്ല് കണ്ടു, നിഴല് കണ്ടു. മൊയ്ലാർ ഉസ്താദേ, നിങ്ങള് ആ ഓതിക്കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എന്ത്, എനിക്ക് കിതാബ് തിരിയാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പഠിപ്പിച്ചു തരാം. നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തും, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അപ്പോ നമ്മളെ ഇവര് വലിയ കാര്യമായിട്ട് ജമ്മുൽ ജവാമി അൻസാർ ചോദിക്കാന്ന് വെച്ചാൽ, അല്ല മൊയ്ലാറ ജമ്മുൽ ജവാമി ഇല്ലേ? അവസാനോ ഈ ആയത്തൊന്നും ഹദീസൊന്നും ദലീല് പിടിക്കല് അത് ഇമാമിങ്ങളെ പണിയാണ്, അല്ലാത്തൊരു ചെയ്താല് അത് ഹറാമാണ്. ഇനി ജമ്മുൽ ജവാമി നിങ്ങളെപ്പോഴും പറയില്ലേ ഷാഫി ഇമാമിന്റെ റിസാല, ഷാഫി ഇമാമിന്റെ റിസാല തുടക്കത്തിൽ തന്നെ എന്താ, മൻ തക്കല്ലഫ, ഒരാളെ ഏറ്റെടുത്തു, മാ ജഹില ബിഹി മഅരിഫതുഹു, വിവരമില്ലാണ്ട് ഏറ്റെടുത്തു. എന്നിട്ട് അത് ശരിയായാൽ പോലും വൈറു മഹ്മൂദത്തിൻ, എടുത്തോക്ക്, അത് പ്രശംസനീയമല്ല, തോന്നിവാസമാണ്. തെറ്റായാല് അത് മഅ്സൂറല്ല, അല്ലാഹ് അതിന് നിങ്ങൾക്ക് ഒരിളവും തരൂല. അപ്പൊ ഇങ്ങനെ മൊയ്ലാർ ചെയ്ത് ഒരു ഹദീസ്, എനിക്ക് ഏറ്റവും രസം തോന്നിയെന്നാന്നോ, ഒറ്റ ഹദീസ് കണ്ട് നിഴല് കണ്ടു. അപ്പൊ മറ്റേ ഹദീസ് ആയിട്ട് ഒറ്റ ജമ്മ്. എന്നോടൊരു മൊയ്ലാറ് ഈ ഓൺലൈനിൽ ഒരു സംവാദത്തിൽ പറയാം, അത് ഉസ്താദ് ജമ്മിയതാ. ഞാൻ പറഞ്ഞു, ഇഞ്ഞും പേരോല്ല ജമ്മിയതാ, ഇവിടെ ജമ്മുൽ ജവാമിയ നിങ്ങൾ ഉണ്ടാക്കിയാല് ഇവിടെ ആകെ നാശാവും. മൊയ്ലാറെ ജമ്മ ചെയ്യാന്ന് പറഞ്ഞാല് കിതാബ് ഓതി കൊടുക്കുന്നതിന് അപ്പുറമെല്ലാം നോക്കണം. അത് പഠിപ്പിക്കുന്ന നിങ്ങൾക്കിപ്പം ജമ്മിയാനല്ല, ജമ്മ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രസം കേൾക്കണോ? ആദ്യം ഒരു കാര്യം ജമ്മ് ചെയ്യുമ്പോ പഠിച്ചു വെച്ച ജമ്മ് ചെയ്യാ, നിങ്ങളുടെ പണിയല്ല, ഇമാമിങ്ങളുടെ പണിയാണ്. എന്നാലും ജമ്മ് ചെയ്യുമ്പോ വേണ്ടി ഫസ്റ്റ് റിവായത്താ ജമ്മ് ചെയ്യാ.
എന്നിട്ട് ലഫ്ള് ലബുത്താക്കുക. ഇന്ന ലഫ്ള് വന്നിട്ടുണ്ടോ, ഇന്ന ലഫ്ളാണോ ലബുത്താക്കുക. ഒന്ന് ആ തർത്തീബല്ലൊന്ന് പഠിക്കുക. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഈ വിഷയത്തിലേക്കൊന്ന് കടക്കുക. നിങ്ങൾക്ക് കടക്കാൻ പാടില്ല. അപ്പോ റിവായത്ത് പോലും നിങ്ങൾ അറിയോ, എന്തെല്ലാം റിവായത്തുണ്ട് അത് നിങ്ങൾ അറിയോ. അതിനേക്കാളും ഈ ലബുത്തുള്ള കൃത്യമായി റിവായത്ത് ചെയ്യുന്ന ആളെ റിവായത്തിൽ ഇല്ലെന്നില്ല മൊയ്ലിയാറെ. അപ്പൊ റിവായത്ത് ജമ്മി എന്നെങ്കിലും ഒന്ന് ഫത്തുഹുൽ ബാരി നോക്കുമ്പോ, ഫത്തുഹുൽ ബാരി ബുഹാരി ഷറഹല്ലേ നിങ്ങളെപ്പോ പറയില്ലേ, അത് നോക്കുമ്പോ കാണൂലേ ഇന്ന വഖഫി റിവായത്തി, ഇന്ന ഇത് അബ്ദുൾ റസാഖ് ഇങ്ങനെ വന്നു, മറ്റേ റിവായത്തിൽ ഇങ്ങനെ വന്നു, മറ്റേ റിവായത്തിൽ ഇങ്ങനെ വന്നു, മറ്റേ റിവായത്തിൽ ഇങ്ങനെ വന്നു എന്ന് എന്തിനാന്നോ അതിലൊന്നും പഠിക്കുന്നവരും തിരിയണ്ടേ വായിക്കുന്നത്. അതെന്തിനാ പറയുന്നോ, ആദ്യം ചെയ്യാ റിവായത്ത ജമ്മിയ. ഞാൻ വിശദമായിട്ട് കിടക്കുന്നില്ല. അപ്പോ ഞാനിപ്പോ അങ്ങോട്ട് പറഞ്ഞാൽ ഇത് ഒരിക്കലെത്തൂല. അപ്പോ പിന്നെ വേറൊരു ഭയങ്കര ഉഷാറുണ്ട്. കണ്ണൂരിൽ പ്രസംഗിച്ചെന്തെന്നോ, നിങ്ങൾ അറിയുമോ, ചെരുപ്പിന്റെ രൂപം കൊണ്ടുവന്നു, ഏതോ ഒരു ബാവയിലാറ് കൊണ്ടുവന്നു, പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചു, അവരാരും അതിനെ നിഷേധിച്ചില്ല. ചെരുപ്പിന്റെ രൂപത്തിന് വരെ ബഹുമാനമാണ്. ഇപ്പൊ പേരോട് വിചാരിച്ചെന്നാന്നോ, ചെരുപ്പ് എന്ന് പറഞ്ഞാല് മുത്തുനബീന്റെ ചെരുപ്പ്. ഞാന് ഇതൊന്നും വായിക്കാൻ നേരമില്ല, നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഈ തവിയിലുണ്ട്. അപ്പോ നേരമില്ല, ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞു ഇറങ്ങിക്കും. അപ്പൊ മൂപ്പർ വിചാരിച്ചെന്നാന്നോ, ചെരുപ്പിന്റെ രൂപയിൽ ഇങ്ങനെ ഓരോരുത്തർ ജാലിയവാലെ ഇതെല്ലാം ഇങ്ങനെ സാമ്പിൾ അടിക്കാന്നാ. ചെരുപ്പിന്റെ രൂപത്തിനെ പറ്റി ഒരു കിതാബുണ്ട്, ഫത്തുഹുൽ മുതാല പേര്, ചിലപ്പോൾ ലൈബ്രറി ഉണ്ടാവും, നോക്ക്. അതിൽ കാണാം. ഇബ്നുൽ ബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കാം, ഫൈൻ കുൽത്ത, നിങ്ങൾ എന്നോട് ചോദിച്ചു, ഫൈദാ കാനൽ അംറു അലാമ വസഫ്ത, നിങ്ങൾ പറഞ്ഞ ആൾ പോലെയാണ് കാര്യങ്ങൾ, ഫലി അയ്യമാനാ തറക്താൽ മിസാൽ മുസ്തഖ്രിജു മിനൽ ഹജാനത്തിൽ സുൽത്താനിയത്തിൽ ഉസ്മാനിയത്തിൽ ഹാക്കാനിയത്തിൽ മുറാദിയ. ഇത്രയും പ്രശസ്തമായ ആ ചെരുപ്പിന്റെ രൂപം എന്തുകൊണ്ട്, ചെരുപ്പിൽ നിന്നുള്ള രൂപം എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഞാനിത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതല്ലോ, ഈ ഒരു കുറെ മസാലുണ്ട് പറയാൻ നിന്നാല് ഞാൻ പറയില്ലേ, എത്ര ഒരാഴ്ച ഒന്നും പറഞ്ഞൊന്നും ആവൂല. ഞാനിപ്പോ ഇതും കൂടി പറഞ്ഞു നിർത്താം. അപ്പോ ഇബ്നുൽ ബക്കർ റളിയല്ലാഹു പറയാം, ഹാഫിദ് ഇബ്നുൽ ബക്കർ തങ്ങൾ പറയാണ്, കുൽത്തു നമ്മൾ പറയും, ലം യസ്ബിതു ഇൻദി ഫീഹി സനദുൻ, അതിന് എന്റെ അടുത്ത് എന്ത് സ്ഥിരപ്പെട്ടിട്ടില്ല വലിയാറെ ഉസ്താദേ, സനദ് സ്ഥിരപ്പെട്ടിട്ടില്ല. ആഴ്ത്തമിതു, എനിക്കത് ആസ്പദം കൊള്ളാൻ പറ്റിയ ആഴ്ത്തമിതു അലഹി, അതുകൊണ്ട് ഞാനെന്ത് ചെയ്തില്ല, അത് പറഞ്ഞില്ല. ആകെ ഇബ്നുൽ ബക്കർ റളിയല്ലാഹു അൻഹു 6 രൂപങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു 2 വളരെ സ്വഹീഹാണ്, 4 അത്ര സ്വഹീഹല്ലെങ്കിലും അവലംബയോഗ്യമാണ്. 1 ഞാൻ ഉപേക്ഷിച്ചു. ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? അതിന് സനദ് കിട്ടിയിട്ടില്ല. എന്നിട്ട് പറയാണ്, അതൊക്കെ എനിക്ക് റിവായത്തുകൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഫലോ സഹത്ലി ത്വരീഖുൻ മിൻഹ, ഇതിന് എനിക്ക് വഴി സ്ഥിരപ്പെട്ടിരുന്നെങ്കിൽ ലദക്കർതുഹ, ഞാനത് പറയായിരുന്നു. ഇനി ഈറാവിലൊന്നും നോക്കണ്ടോ, ഞാൻ ഓടി പഠിച്ചോന്നല്ല. ഈറാവെല്ലാം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഈറാവ് നടപടികളെല്ലാം ഉള്ളതാ. പക്ഷെ എനിക്ക് ഇതിന്റെ എല്ലാം വായിച്ചാൽ തിരിയും. അത് അള്ളാഹ് ഒന്ന് തോന്നിക്കാം. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മൊഴിയാർ കൊണ്ട് വായിപ്പിച്ചാൽ അർത്ഥം വെച്ച് തരാം. എനിക്ക് വായിക്കുന്നൊന്നും അത്ര തലത്തിലൊന്നും വായിക്കാൻ എനിക്ക് അറിയില്ല, അറിയില്ല എന്ന് പറയാനല്ലോ. ഫമൻ സഹ ഇൻദഹു സനദുഹ, മറ്റതൊക്കെ സനദ് സ്ഥിരപ്പെട്ടു, ഇതെനിക്ക് സനദ് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഉപേക്ഷിച്ചു. ഞാനിത് പറയുന്നുണ്ടെന്നോ, ഉസ്താദ് വിചാരിച്ച് ഓരോരുത്തർ ഇങ്ങനെ കുത്തിരി വരച്ചാന്നാ. എല്ലാത്തിനും ദീനിന്റെ ഒരു കണക്കുണ്ട്. പിന്നെന്താ പറഞ്ഞേ, സനദ് ചോദിച്ചാല് ഷാറുഖ് സനദ് ചോദിച്ചാൽ ജൂതനാണ്. ഇവരെ ബഹുമാനപ്പെട്ട ഹസ്രജ് ഉണ്ടല്ലോ, ഇവർക്ക് മുടി കൊടുത്തേ, ഹസ്രജിന്റെ ചെലവിൽ എഴുതിയ ഒരു കിതാബുണ്ട്. അതിന്റെ പേരാണ് അസ്റാറു ആസാരിൻ നബവിയ. ഈ അസ്റാറു ആസാറിൻ നബവിയ എന്ന് പറഞ്ഞ കിതാബ്. അതിലൊരു അധ്യായത്തിന്റെ പേരെന്താന്ന് ഉസ്താദെ ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലത്. നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ നല്ല പൊന്നിന്റെ കളറൊക്കെ ഉള്ള നല്ല മുഞ്ചുള്ള ബുക്കാ, ഞാൻ ഈലാക്കിയതാണ്. നല്ല ഡെക്കറേഷൻ കാണിച്ച കിതാബാ. അതിലുണ്ട് ഒരു അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ ഉസ്താദെ? സനദു ഷഅറത്തുൻ നബവിയ്യത്തി ശരീഫത്തുൽ മുബാറക്ക. ഷഅർ മുബാറക്കിന്റെ സനദിനെ പറ്റി പറയുന്ന അധ്യായം. ഇയാൾ ജൂതനാണോ എന്ന് അന്വേഷിച്ച് നോക്കണം നമ്മളെ ഹസ്രജ് ഇവിടെ വരുമ്പോ. എന്നിട്ട് പറയാ, ഖാലൽ ഇമാം അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഇസ്നാദു മിനദ്ദീൻ,
സനത് ദീനിൽപ്പെട്ടതാണ്. നിങ്ങളെ ഉസ്താദ് പറഞ്ഞ പോലെ ഇന്നവദ്ദീനു ബിൽ ഇസ്നാദി ഔ ബിൽ അസ്നാദി ഒന്നല്ലോ, അൽ ഇസ്നാദു മിനദ്ദീൻ. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദില്ലെങ്കിൽ തോന്നിയവർ തോന്നിയ പോലെ പറയും. ഈ ഒറ്റ വാചകം കേട്ടാ വിവരമുള്ളവർക്ക് തിരിയും, മൊയ്ലാന്മാർക്ക് തിരിയും. എന്തെന്നോ, അതാണ് ഇല്ലത്ത്. രണ്ടാമത് പറഞ്ഞ് എന്തിനാ സനത് എന്നായി രണ്ടാമത് പറഞ്ഞ്. അല്ലെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, തോന്നിയവർ തോന്നിയ പോലെ പറയും. അപ്പൊ തോന്നിയവർ തോന്നിയ പോലെ പറയാതിരിക്കണം എങ്കിൽ ഇരിക്കൽ അനുവദനീയമല്ലാത്ത, അങ്ങനെ പറയൽ അനുവദനീയമല്ലാത്ത എല്ലാ സ്ഥലത്തും സനത് വേണമെന്ന് കിട്ടണമെങ്കിൽ വേറെ 10 കിതാബ് ഓതേണ്ട ഈ ഒറ്റ ഇബാറത്തോണ്ട് കിട്ടും. ഇനി ഞാൻ പറയാണ്, വലി അഹമ്മിയത്തി വ ജലാലത്തി വ അലീമി ഹാദൽ അംർ. ഈ കാര്യത്തിന്റെ വലിപ്പവും ഇതിന്റെ അത്യാവശ്യവും ഒക്കെ ഞാൻ അറിയും. നഅരിഫു, നമ്മൾ അറിയും. അന്നഹു ലാ ബുദ്ദ മിന തസബ്ബുതി വ തഹഖുഖി, ഇത് കൂടാതെ തീരൂല. മിൻ സിഹത്തി നിസ്ബത്തി ശഅറത്തി ശരീഫത്തി ലിസയ്യിദിൽ ഖൽഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ലാ യഫൂതുന അൽ ഇഹ്തിമാമ വൽ ഇനായത ബി അംരി സനദി ശഅറത്തി ശരീഫ. അതുകൊണ്ട് തന്നെ ഇതിന്റെ സനദ് ആവശ്യമാണെന്നതിന്റെ ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഒരിക്കലും എന്താക്കൂല, കളയൂല, മോശാക്കൂല. ഇനി ഒന്നുകൂടി ഇത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഇത് ഇവിടുത്തെ മുത്താലിമികൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനാ. ഞാൻ നിങ്ങൾ കേട്ടോ എന്തായി സനത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ അവസാനിപ്പിച്ചു തരാം. ഞാനിപ്പോ ഈ ഒന്നിങ്ങോട്ടിരുന്നാലും ഒന്ന് സൗകര്യം ചെയ്തിരുന്നാലും നല്ലതായിരുന്നു. എനിക്ക് ബേക്കോട്ടിരുന്നാൽ നല്ലതായിരുന്നു, സൗകര്യം ചെയ്യാം. ഞാൻ ഈ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് എനിക്ക് സമയം പോകുന്ന ബേജാറ്. ഇതാണ് ഒരു ചോദ്യമാണ്. മൗലവിമാര് മുസ്താദ് പഠിച്ചു വെച്ചോ. ഒരു ഇമാമനോട് ചോദിച്ച ചോദ്യമാണ്, ഹലിൽ ഇസ്നാദു മത്ലൂബും ഫിദ്ദീൻ അംല. സനദ് ദീനിൽ മത്ലൂബാണോ, തേടപ്പെട്ട വിഷയമാണോ അല്ലയോ? ഫൈൻ ഇഖ്താറ ശഖ്ഖു സാനി, നിങ്ങൾ ഈ രണ്ടാമത്തതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അഥവാ വേണ്ട എന്നാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഫമാ മഅന ഖൗലി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു വാചകത്തിന്റെ അർത്ഥം എന്താണ്? അൽ ഇസ്നാദു മിനദ്ദീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്നിട്ട് പറഞ്ഞു വൈനഫറ ശഖ്ഖുൽ അവൽ, ആദ്യത്തെ ഭാഗമാണ്, അഥവാ ഇസ്നാദ് വേണമെന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ദീനിൽ പരിഗണിക്കുന്ന എല്ലാത്തിനും വേണോ? ഔ അം ഹുവ മഖ്സൂസുൻ ബിൽ ബഅദ്, അല്ല അത് ചിലതിന് മാത്രം മതിയോ? ഫൈൻ കാന മഖ്സൂസൻ ബിൽ ബഅദ്, അത് ചിലതിന് മാത്രമാണെങ്കിൽ ഫലാ ബുദ്ധ, ഇതാ മൊയ്ലാർ പഠിക്കണ്ടേ, ഫലാ ബുദ്ധ അനിവാര്യമാണ്, കൂടാതെ കഴിയില്ല, മിൻ തഫ്സീലിൽ ഉമൂരില്ലത്തി ലാ തഹ്താജു ഇലൽ ഇസ്നാദ്, സനദിന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങള് നിങ്ങൾ വിശദീകരിക്കണം. എങ്ങനെ വിശദീകരിക്കണം? അങ്ങ് നീട്ടി വലിച്ചു പറഞ്ഞു പറഞ്ഞാൽ പോലും ഉസ്താദ് എന്ന് പറയണം, മാ ഇഖാമത്തി ദലീലി അൽ ഇസ്തിസ്നാഇഹി, അത് ഒഴിവാണെന്നതിന് ദലീല് പറയണം. ഞാനെന്താ അങ്ങനെ പറഞ്ഞെന്നറിയോ? ആരെങ്കിലും ചോദിക്കോ ആമിന് അത് വേണമെന്ന് പറയുമ്പോ അതിനെന്താ തെളിവ്? ഇസ്തിസ്നായിനല്ലേ തെളിവ് അറിയാം. ഉസ്താദ് അങ്ങനല്ലേ, ഒരു കാര്യത്തെ ഒഴിവാക്കുന്നതിനല്ലേ തെളിവ് അറിയാം. ആമല്ലേ ഏതൊരു കാര്യം ആമാണ്. ഷാഫിയുമായി റിസാല എന്ന് പറഞ്ഞാൽ മതിയോ? അതെല്ലാം നിർത്തും വായിച്ചു നോക്ക്. അതൊക്കെ ഒരു വാചകം വന്നാൽ ആമിന്റെ മോള് ചോദിക്കണം. അതിൽ നിന്ന് ഏതെങ്കിലും പുറത്തു പോകണമെങ്കിൽ തെളിവ് വേണം. അതാണ് ചോദ്യകാരന്റെ ചോദ്യം. നല്ല ഇതാണ്. അതിന്റെ മറുപടി ഒരു ചെറിയ ഭാഗം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാനിപ്പം നിർത്താം. കുറെ ഇബാറത്തുകൾ പറഞ്ഞു പറയാണ്. ഫഹാദിഹിൽ ഇബാറാത്തു, ക്ഷമിക്കണം കേട്ടോ, ഇപ്പൊ നിർത്താം. ഫഹാദിഹിൽ ഇബാറാത്തു ബിസ്വറാഹത്തിഹ ഔ ബി ഇശാറത്തിഹ. ഞാൻ കുറെ ഇബാറത്തുകൾ പറഞ്ഞിട്ട് അതിന്റെ സ്വരീഹും അല്ലെങ്കിൽ ഇശാറത്തും വ്യക്തമായതും അതിന്റെ സൂചനയൊക്കെ പറയുന്നത് തദില്ലു അറിയിക്കുന്നു. അല അന്നഹു ലാ ബുദ്ദ മിനൽ ഇസ്നാദി ഫീ കുല്ലി അംറിൻ മിൻ ഉമൂരിദ്ദീൻ, ദീനിന്റെ ഒരു വിഷയത്തിലും സനദ് വേണ്ടാത്തതില്ല, എല്ലാത്തിനും വേണം. അലൈഹിൽ ഇഅ്തിമാദ്, നമ്മൾ ആസ്പദം കൊള്ളുന്ന എല്ലാത്തിനും വേണം. അഅമ്മു, അത് വ്യാപകാർത്ഥത്തിലാണ് ഉസ്താദെ.
മിൻ അയ്യകൂന ദാലിക്കൽ അംറു മിൻ ഖബീലിൽ അഖ്ബാരിൻ നബവിയ്യ, റസൂലുള്ളാഹിന്റെ വാചകങ്ങൾ എന്നുള്ളതിനേക്കാൾ വ്യാപകാർത്ഥത്തിലുള്ളതാണ്. അവിൽ അഹ്കാമു ശറഇയ്യ, ശറഇന്റെ ഹുക്മിനേക്കാൾ വ്യാപകാർത്ഥത്തിലുള്ളതാണ്. അവിൽ മനാഖിബ്, അല്ലെങ്കിൽ മഹത്വം പറയുന്നതിനേക്കാൾ വ്യാപകാർത്ഥത്തിലാണ്. വൽ ഫളായിൽ, അല്ലെങ്കിൽ മഹത്വം പറയുന്നതിനേക്കാൾ ഇതാണ്. വൽ മആസി, യുദ്ധത്തിന്റെ കാര്യം പറയുന്നതിനേക്കാൾ സിയർ, അങ്ങനെ വൽ ഫവാദിൽ, ശേഷിപ്പുകളെ പറ്റി പറയുന്നതിനും വേണം. മിനൽ ഉമൂരില്ലത്തി ലഹാ തഅല്ലുഖും ബിദ്ദീൻ. എല്ലാവരും മനസ്സിലാക്കി വെച്ചോ. ഈ ഇമാമു പറയാണ് ഏത് വിഷയം, ലഹാ തഅല്ലുഖും ബിദ്ദീൻ, ദീനിനോടൊരു ബന്ധം, ഒരു തഅല്ലുക്കാരോട്, തഅല്ലുക്കിന്റെ അർത്ഥം എല്ലാവർക്കും അവരോട് ഒരു ബന്ധമുണ്ടായാൽ. ഇത് പറഞ്ഞപ്പോൾ എ പി മൊയ്ലാർ പറഞ്ഞാൽ ഉസ്താദേ, നിങ്ങളതിന്റെ കുറ്റം ചൗക്ക, അത് ദീനിൽ പെടുന്നതല്ലേ, ദീനിൽ ബന്ധമുള്ളതല്ലേ, ഇത് മുടിയല്ലേ. റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്കിന് ദീനുമായിട്ട് ബന്ധമില്ലാന്ന് പറയുന്ന കുഫ്ർ പറയിപ്പിച്ചതിന്റെ അയാൾ വിവരമില്ലാണ്ട് പറഞ്ഞ അതൊക്കെ നിങ്ങളല്ലേ അതിന്റെ ഉത്തരവാദി. എന്നിട്ട് പറയാണ് ദീനുമായിട്ടോ ശരമായിട്ടോ ബന്ധമുള്ളേ. ഫശൈഉൻ മിൻ ഹാദിഹിൽ ഉമൂരി, ഇതിൽപ്പെട്ട ഒരു കാര്യവും ലാ യംബഇ അലൈഹിൽ ഇഅ്തിമാദ്, അതിന്റെ മുകളിൽ നിങ്ങൾ ആസ്പദം കൊള്ളാൻ പാടില്ല. മാലം യതഅക്കദ് ബിൽ ഇസ്നാദി, സനദ് കൊണ്ട് ദൃഢപ്പെടാതിരിക്കുമ്പോൾ, ലാസിയമാ പ്രത്യേകിച്ചും ബഅദൽ ഖുറൂനിൽ മശ്ഹൂദ് ലഹും ബിൽ ഖൈർ, അല്ലാഹുവിന്റെ റസൂല് ഖൈറുൽ ഖുറൂൻ എന്ന് പറഞ്ഞതിന് ശേഷം പ്രത്യേകിച്ചും. അപ്പൊ ഇവിടെ വലിയമാര് ചോദിക്കുക, അപ്പോ നിങ്ങളുടെ വാചകം സനദ് തന്നെ വേണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ എങ്ങനെയുണ്ടല്ലോ ഇവിടെ ഇങ്ങനെയുണ്ടല്ലോ. സനദ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നിങ്ങൾക്ക് തിരിയൊന്നറിയാല, അത് തഅബ്ബുദി അല്ല. തഅബ്ബുദി അല്ല എന്ന് പറഞ്ഞാല് അത് ഒരു മാനക്കാണ്, മഅ്കൂലുൽ മാന എന്ന് പറയും. അപ്പൊ ആ സനദാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ സനദിന്റെ സ്ഥാനത്ത് മറ്റു വല്ലതും നിന്നാൽ സനദ് ഒഴിവാകും. അതുകൊണ്ടാണ് ഇമാം നാദൽസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുഹറത്ത്, ചിലപ്പം പ്രസിദ്ധി എവിടെ നിൽക്കും? യഹ്സബു ദാലിക സനദൻ ഖവിയ്യൻ. നിങ്ങൾ വിചാരിച്ചാൽ സനദ് അല്ലാന്നാ. പ്രസിദ്ധി എന്ന് പറഞ്ഞാല് സനദിന്റെ മഖാമിലുള്ളതാണ്. യഹ്സബു ദാലിക സനദൻ ഖവിയ്യൻ. ഇനിയിപ്പോ ഈ നിഴലില്ലാന്ന് കണ്ടു, അത് പറ്റുമോ? പറ്റും ഉസ്താദേ. ഇത് ഈ വിഷയത്തില് ഇത് റിവായത്തിന്റെ ബാബാണ്. ഷഹാദത്തിന്റെ ബാബില് ഉസ്താദ് പലയിടത്തും ജിഷാന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കേട്ടു. ഷഹാദത്തിന്റെ ബാബ് അത് തദ്രീബ് റാവി തന്നെ നോക്കിയാൽ മതി. 25 വിഷയങ്ങളിൽ ഷഹാദത്തും റിവായത്തും വ്യത്യാസമാകുന്നുണ്ട്. ഷഹാദത്ത് കരീനത്ത് കൊണ്ട് ശക്തിപ്പെടൂല. ഷഹാദത്തിന് കരീനത്ത് നോക്കാൻ പറ്റൂല. റിവായത്തിന് സാഹചര്യം നോക്കും. ഇനിയിപ്പോ ഒരു വിഷയം ഒരു മഹാനായ വലിയന് കശ്ഫ് മുഖേന ഇത് റസൂലുള്ളാഹിന്റെ ഷഹർ മുബാറക്കാണെന്ന് അറിഞ്ഞാൽ അതും മതി. ഇത് അല്ലെങ്കിൽ ഒരു ഹദീസ് മുബാറക്കിന്, ഷഹർ മുബാറക്കിന് മാത്രമല്ല, ഒരു ഹദീസിന് മതി. അത് അവരുടെ അടുക്കൽ അത് പരിഗണനീയമാണ്. അതിപ്പോ നിങ്ങൾക്ക് ഏറ്റവും എന്താ ഫവായിദുൽ മക്കിയൊന്നും വായിക്കാറുള്ളതുകൊണ്ട് നിങ്ങൾ നോക്കലുണ്ടാവൂല. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മളെ എല്ലാവരും നോക്കുന്ന ഒരു കിതാബുണ്ട്, ഫവായിദുൽ മദനിയ. അല്ല ഞാൻ പറഞ്ഞ ഫുതുഹാത്തുൽ മക്കിയ, അതിലൊക്കെ ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഒന്നും നോക്കണ്ട. ഫവായിദുൽ മദനിയ എന്ന് പറഞ്ഞാൽ ഇമാം ഖുർദി റളിയല്ലാഹു അൻഹുവിന്റെ ഷാഫി മദ്ഹബ് പറയുന്ന ആള് അത് അറിയാതെ നിൽക്കരുതെന്ന് പറഞ്ഞ കിതാബ, അതിൽ വരെയുണ്ട് വിഷയം. അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് നിഴലില്ല എന്ന് കണ്ടാൽ അത് ഹബീബിന്റേതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഏതെങ്കിലും വഴിക്ക് സ്ഥിരപ്പെടാതെ തങ്ങളിലേക്ക് ചേർത്ത് പറയല് ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ് എന്ന് മാത്രമല്ല കബീറത്താണ്. കബീറത്താണെന്ന് വെച്ചാൽ അക്ബറുൽ കബായിറാണ്. ഇമാം ജുവനി റളിയല്ലാഹു അൻഹു ആരാണെന്നറിയില്ല? ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഇമാം ജുവനി റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞത് ഉസ്താദിന് അറിയാലോ. നമ്മൾ മുത്തുനബിക്ക് ശേഷം നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ, അത് സാധ്യത പറയലല്ലേ, അതിലൊന്നും നിങ്ങൾക്ക് തിരിയാണ്ടായിപ്പോണ്ട, ആയിരുന്നെങ്കിൽ ലക്കാനൽ ജുവനി ഇമാം ആകുമായിരുന്നു എന്ന് വരെ ഇമാമിങ്ങൾ മഹത്വം പറഞ്ഞ ഇമാം ജുവനി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയാറുണ്ട് അത് കാഫിർ എന്നാവും. പക്ഷേ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞത് കാഫിറാവുന്നൊക്കെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ കുറെ അത്
വലിയ വിഷയമാണല്ലോ. അതുകൊണ്ട് അതിന്റെ സ്വീകരിക്കപ്പെട്ടത് ഏറ്റവും പ്രബലമായ അഭിപ്രായം കുഫർ അല്ല എന്നാണ്. എന്നാലും അഭിപ്രായ പ്രകാരം കാഫിറാവുന്നുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ എന്താണ്, അതുക്കിയാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അഭിപ്രായ വ്യത്യാസമൊക്കെ പറയാനേരം എന്നോടൊരു മൈലാർ വെച്ച് അഭിപ്രായ വ്യത്യാസം പറയാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം പറയാൻ പാടില്ലാത്തത് തെറ്റിന്റെ ഗൗരവം പറയുന്നിടത്ത് പറയണം മൈലാറെ, ഏറ്റവും ശരീരമായി പറയണം. കാരണം ഇത് ചെയ്യേണ്ട കാര്യമല്ലല്ലോ, ചെയ്യേണ്ടാത്തല്ലേ, ഉപേക്ഷിക്കേണ്ടല്ലേ. അപ്പൊ എന്നോടൊരു മൈലാർ അങ്ങനെ പറയാൻ പാടില്ല. ജവാജിർ എന്ന് പറഞ്ഞ കിതാബുണ്ട് ഡിഫേൻസിൽ അയച്ചവരുള്ളവനോന്, അതൊന്നും എടുത്തു നോക്കിയാൽ തിരിയും. ഇനി ഞാൻ വിശദീകരിക്കുന്നത്, ഞാൻ നിർത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പറയാൻ സാമ്പിൾ പറഞ്ഞാണ്. പിന്നെ ഇത് പേരോട് സാരും മറുപടി പറയാൻ കഴിയില്ല എന്ന് വെച്ചാൽ മൂപ്പരടുത്ത് സംഭവം ഇല്ലേറ്റാ. പിന്നെ ഒറ്റ വിഷയം കൂടി നേരം പോയാലും മൂപ്പർ തെളിവുണ്ട് കേട്ടോ. ഏത് മുത്തരബീന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നാൽ KL 18M 5141 മൈക്കിന്റെ മുമ്പിൽ ഉള്ള കാർ മാറ്റണം, ഇല്ലേ? മാറ്റണം. ഓക്കെ. അപ്പോ എന്താ ഞാൻ പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. അപ്പോ നബിതങ്ങളുടെ പേരിൽ ആരെങ്കിലും കൊണ്ടുവന്നാൽ സ്വീകരിക്കണം. ആരാണെന്നറിയോ? ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സയ്യിദ്. ആര്? നിങ്ങളൊന്ന്, ഞാനൊരു മാഷല്ല, എന്നെ പ്രസംഗനല്ല, അപ്പൊ നിങ്ങളൊന്ന് സപ്പോർട്ട്. ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു സയ്യിദ്. കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ എന്തോലും വലുപ്പം വന്നില്ലേ? അദ്ദേഹം ബുഖാരി ഇമാമിന്റെ ഉസ്താദിനോട് പറഞ്ഞു, യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ എന്താന്ന് വെച്ചോ ആരെങ്കിലും ഒരു കൊള്ളിക്കഷ്ണം കൊണ്ടുവന്നിട്ട് ഇത് നബിതങ്ങളിൽ തൊട്ടതാണെന്നോ ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ബർക്കത്തെടുക്കും, ഞാൻ എന്റെ കണ്ണിൽ വെക്കും, മക്കൾക്ക് കുടിപ്പിക്കും. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. സുന്നത്ത് ജമാഅത്തിന്റെ ഇത് മൊയ്ലിയാറെ, സുന്നത്ത് ജമാഅത്ത് പറയാനും മഅ്മൂനെ ഞങ്ങളാരും ഏൽപ്പിച്ചിട്ടില്ല. ആരാ മഅ്മൂനെന്നറിയോ? അറിയോ ഉസ്താദ്? കുറച്ച് ലജ്ജമുണ്ട് നിങ്ങൾക്ക്, അറിഞ്ഞൂടായിട്ട് തന്നെ ആയിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്. മഅ്മൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ എല്ലാവരും ഒന്ന് ഇത്താതെ ഷെറോലക്കായത് ഓതുമ്പോ നിബ്രാസ് ഒന്ന് നോക്കൂലേ? അതിൽ അബ്ബാസിയ ഖിലാഫത്തിലുള്ള കുറെ ആൾക്കാര് പണ്ഡിതന്മാരെ ആക്രമിച്ചു എന്ന് കാണാം. അപ്പം പറയുന്നത് അൽ മഅ്മൂൻ, അതാണ് മഅ്മൂൻ. മൊയ്ലിയാറെ, ലോകത്ത് വെച്ച് ഏറ്റവും കടുത്ത ശിയാവാദക്കാരനാ മഅ്മൂൻ. ഏറ്റവും വലിയ ഖുർആൻ സൃഷ്ടിവാദക്കാരനാ നമ്മളെ ഇമാമു അഹ്ലുസുന്ന ആരാ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ദുആറുന്നത് ഒന്ന് എടുത്തു നോക്കിയാൽ കാണാം, റബ്ബേ ഒരിക്കലും ആ മനുഷ്യന്റെ മുഖം കാണിക്കരുത്. അത്ര മഹാനാ. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സയ്യിദ് എത്ര മഹാനാ? അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കൊരിക്കലും ചങ്ങാന്റെ മുഖം കാണിക്കരുത് എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് അതിന്റെ ബാക്കി ഇമാമികൾ പറഞ്ഞു, അല്ലാഹു വഖദ് അജാബ അല്ലാഹ് ഉത്തരം ചെയ്തു. ദുആഉൽ സ്വാലിഹുൽ വലി, അള്ളാഹുവിന്റെ വലിയായ അഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആക്ക് ഉത്തരം ചെയ്തിട്ട് അയാൾ അവിടുന്ന് പോകേണ്ടി വന്ന്. എത്ര പണ്ഡിതന്മാരെ ചാട്ടവാറിനടിച്ചെന്ന് അറിയോ? ഈ സംഭവം തന്നെ പറയുന്നത് എന്താണെന്നറിയോ നിങ്ങള്? മൂപ്പറ് ഈ ഷിയാവാദം പറയാൻ വേണ്ടി 40 മൗലിയമാർ ഒരുമിച്ച് കൂട്ടി. പേരോട് പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ മുഷാവറ കൂടാറില്ലേ? മൗലിയാർ അത് മുഷാവറ കൂടിയതല്ല, അയാൾക്ക് ഷിയാവാദം സമർപ്പിക്കാൻ വേണ്ടി 40 മൗലിയമാർ ഒരുമിച്ച് കൂട്ടി. 40 പണ്ഡിതന്മാര്, മൗലിയമാരെന്ന് പറഞ്ഞല്ല, പണ്ഡിതന്മാര്. എന്നിട്ട് മൂപ്പർ അലി റളിയല്ലാഹു അൻഹുവാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ മഹത്വം എന്ന് പറഞ്ഞു നോക്കി. പണ്ഡിതന്മാർക്ക് ഇയാളാണെങ്കിലും ആക്രമിക്കുന്ന പേടി കൊണ്ട്, അതൊക്കെ കിതാബിലൊക്കെ കാണാം, പലതും സമ്മതിച്ചത് ഹൗഫും മിൻ സൈഫിഹി, അയാളെ വാളിനെ ഭയന്നിട്ടാണ് സമ്മതിച്ചത്. എന്നിട്ട് പറഞ്ഞും കൂടെ പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ ആൾക്കാരുടെ മുഖം പാടൂലേ? അപ്പൊ ഇയാൾക്ക് ഇതൊന്നും ശരിയല്ലാന്ന് തോന്നി. അപ്പൊ ഇയാൾ വിഷമം പറഞ്ഞ മാമൂനോട്, ഞാൻ പറയുന്നത് ഇവർക്ക് തിരിയുന്നില്ല, ഇവരെന്നെ ഇതാക്കുന്നുണ്ട്, വിധയാക്കുന്നു, ഞാൻ പറഞ്ഞിട്ട് അവർക്ക് തിരിയുന്നില്ല. എന്നിട്ട് അയാൾ അതിൽ തെളിവും പറയുന്നുണ്ട്, തിൽക്കർ റുസുലു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് വെച്ച് ഞാനെന്താ പോലെ നിസ്സാരപ്പെടുത്തല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും അലി റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്ന ഭാഗത്തിന്റെ ഒരു കഷ്ണമൂലേറെ ഈ ഇബാറത്ത്. അത് ഒരിക്കൽ പറഞ്ഞത് അതെവിടെ ഉണ്ട്? ദൗലത്തുൽ അബ്ബാസിയ. വേറൊക്കെ പറഞ്ഞു അത് തൈഫൂരിയുടെ ബാഗ്ദാദ്. 2 റബിക്കിന്റെ എന്ത് റബിക്കൊണ്ടിയിലുണ്ട്. അപ്പോ ഈ രണ്ടിലും നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും. ദൗലത്തുൽ അബ്ബാസിയയിൽ അതിന്റെ ചായ തന്നെ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ ഇത് മൂപ്പർ ഷിയാവാദം പറയാൻ വേണ്ടി പറഞ്ഞതാണ് ദൗലത്തുൽ അബ്ബാസിയയിൽ പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് താഴാ. എന്നിട്ട്
ഷിയായി ആയ ഒരു ഇമാം. അപ്പം ഇവരിതെന്താണെന്നറിയോ? യഹ്യ ഇബ്നു അഖ്സം തങ്ങൾ 100% അംഗീകരിച്ചു. പറയാൻ നേരില്ലാത്ത പറയുന്നുണ്ട്. മൊയ്ലിയാരെ അതെങ്ങനെ പെട്ടാന്നറിയങ്ങള്? ചില കിതാബിൽ കാണും ഒരു ഫഖീഹ് വേറൊരാളുടെ കൗല് എടുത്തുദ്ധരിച്ചു, എന്നിട്ട് അതിനെ ഗണ്ണിച്ചില്ലെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ അടുക്കൽ റാജിഹാണെന്നാണ് പ്രബലം. അങ്ങനെ ഫിഖിന്റെ കിതാബിന്റെ റുസൂല് പറയും. ഇവിടെ അൽ ഫവായിദുൽ മക്കിയയിലും മുഖ്തസർ ഫവായിദുൽ മക്കിയയിലും ഫവായിദുൽ മദനിയയിലും അങ്ങനത്തെ കിതാബിലും പൊന്മള ഉസ്താദ് എഴുതിയ ബുക്ക് വായിച്ചാൽ അതിലൊല്ലും ഉണ്ടാവും. ഇത് കണ്ടിട്ട് മൂപ്പർ വിചാരിച്ച് ആരെങ്കിലും റിവായത്ത് ചെയ്താൽ അത് അംഗീകരിക്കലാണ്. എന്നാ ഉസ്താദെ റിവായത്തുകൾ എന്തൊക്കെ ഉണ്ടെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഈ കഴുത്തിൽ കൊടൽമാല ഇട്ടൂന്ന് റിവായത്ത് ചെയ്ത് ഞങ്ങളെന്താ വിചാരിച്ച് 100% റാവി അംഗീകരിച്ചു, നല്ല പരിപാടിയാണ് എന്നാ റിവായത്ത്. എന്തെങ്കിലും ഒന്ന് മനസ്സിലാണ്ട് എന്താ പഠിച്ചോനെ? ഞാനിങ്ങനെ ആലോചിക്കാം, മുത്തുനബീന്റെ പേരിൽ കളവ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു ഇഞ്ഞതൊന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിന്റെ CD കേട്ട് പഠിച്ച് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരാൾക്ക് ഹിദ്ദുന്യാ ഹിസി എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു നിന്യതുണ്ടോ? എന്നിട്ട് ലാസ്റ്റ് കൺക്ലൂഷനാണ്. ലാസ്റ്റ് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോ ഞാനൊരു ഓൺലൈനിൽ ഒരു ചർച്ച നടന്നപ്പോ ഇവര് ഇവിടത്തേക്ക് ബന്ധപ്പെട്ടു. എവിടെയോ ബന്ധപ്പെട്ടു, സിറായിലേക്കോ എവിടെയോ ബന്ധപ്പെട്ടപ്പോ ഇവര് പറഞ്ഞു കൊടുത്ത് അൻസാർ മാഷി സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയതാണ്. അപ്പോ ഇത് കേട്ടപ്പോ ഒരാൾ ചോദിച്ചാൽ, ഗ്രൂപ്പിലുള്ള ഒരാൾ ചോദിച്ചു, നമ്മൾ പല ആൾക്കാരെയും കണ്ടിക്കും സാമ്പത്തിക തിരിമറി നടത്തിയ ആള് പേരോടിനെ വിളിക്കുക 44 പ്രാവശ്യം അല്ലേ? പേരോടിനാണ് പൈസ കൊടുക്കാനുള്ളത്. പേരോട് എന്ത് ചെയ്യാ? ഈ ചങ്ങനെ ദുനിയാവിലുണ്ടാകുമോ? നിങ്ങൾ ആലോചിച്ച് പറയാൻ നേരം ജനങ്ങളോട് എല്ലാം നിങ്ങളെ ഈ കാന്തപുരം ഫാൻസ് അസോസിയേഷൻ ആയിരിക്കൂലോ, കുറച്ചൊക്കെ ഈ മൂളുള്ള ആൾക്കാരുണ്ടാവും. ആരോട് പറയാൻ നേരം ഇത് വേണ്ടേ? ഞാൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ അന്തസ്സോടെ വന്നിട്ട് പേരോടിനെ വെല്ലുവിളിക്കാം. പേരോട് ഇന്നലെ വിളിച്ചെന്നറിയോ? ഇന്നലെ വിളിച്ചെന്നോ? ഞാൻ മൂപ്പറ പൈസ പറ്റിച്ചിക്കോലോ. ഞാൻ മൂപ്പറ സാമ്പത്തികമായി പറ്റിച്ചതിന് എന്നെ കാണുന്ന നേരം മൂപ്പറ ഒളിക്കുക. മൂപ്പറ ഒളിക്കേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും ഒന്ന് ഇങ്ങനൊക്കെ ഉയർത്തപ്പെട്ടു പോകുമെന്ന് അല്ലാഹുവലും. ചില തെറ്റുകൾ ചെയ്താല് ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലേക്ക് ഹൗദ് ചെയ്തു, അങ്ങ് ആഴത്തിലങ്ങ് പറഞ്ഞു. എങ്ങനെ? വിവരമില്ലാതെ ഇറങ്ങിയാൽ അതിന്റെ അന്ത്യം, ഇത് ഈമാനില്ലാതെ മരിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർത്തുകയാണ് ഉസ്താദെ, അതുകൊണ്ട് എന്റെ ഒരു പ്രയാസത്തിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്യണോ? ഇതൊക്കെ നിർത്തി. കാന്തപുരം എന്ന് പറഞ്ഞാല് അസ്സല് നിങ്ങളൊന്ന് ആലോചിക്കും. മുത്തുനബീന്റെ പേരിൽ കളവ് പറഞ്ഞ് കോടികൾ തട്ടിപ്പാക്കി ഒരു തർക്കവും ഇല്ലാത്ത കള്ളനല്ലേ? അങ്ങനെ ഞാൻ ആ വാചകം ഉപയോഗിച്ചല്ലോ. ഇതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഞാൻ ഇതുവരെ ഒരാളോടോ AP മൊയ്ലിയാരോടോ പറഞ്ഞ് AP ഉസ്താദ് എന്ന് വിളിക്കപ്പെടുന്ന ആള് ഉസ്താദ് എന്ന് വിളിച്ച അതുപേടാവുന്നതുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് അതുപേടല്ലേ? അതുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അതിന്റെ ആളെ അൽക്കാബാന്നല്ലോ, അത് വിളിച്ചാൽ അങ്ങനത്തെ ഒരാള് മുത്തുനബീന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് തന്റെ ഇടത്തോടെ പറയാൻ സിറാജുൽ ഹുദയിലെ എല്ലാ ആൾക്കാരെയും വിളിക്കുന്നു, മർക്കസിലെ ആൾക്കാരെ വിളിക്കുന്നു, ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാരെയും വിളിക്കുന്നു. ആർക്കെങ്കിലും തന്റെ ഇടുണ്ടോ? ഇല്ലാന്ന് 100% ഉറപ്പല്ലേ? പണ്ടൊക്കെ എങ്ങനെ സംഭവം അറിയോ? പണ്ട് മുജാഹിദോ ജമാഅത്തോ അങ്ങനെ എന്തെങ്കിലും വിഷയം വന്നാല് ഇവിടെ എല്ലാം കുറെ മുത്താലിമികളല്ലേ, എന്നാലും ഉസ്താദ് പറയും അൻസാർ മാഷ് അവിടെ പോയിട്ട് ഒന്ന് പ്രസ് ഒന്നോലോട് സംസാരിക്കണം എന്ന് പറയും. കാരണം അതെല്ലാം ഉള്ളതായാലും ഇപ്പൊ അൻസാർ മാഷോട് സംസാരിക്കാന് പേരോട് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കിന്റെ രസം കേൾക്കണം. നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന് മൂപ്പർ വന്നിട്ടില്ല. അതിനായിട്ട് നല്ല ബന്ധമുള്ള കാലത്താണ് എന്റെ നിക്കാവും കല്യാണമൊക്കെ. പക്ഷെ മൂപ്പർ വരാത്തതിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ നാട്ടില് കുറച്ച് പണക്കാരുണ്ട്. ഒരാളുടെ ഇടക്ക് ചോറ് കഴിക്കാനൊക്കെ ഉച്ചഭക്ഷണത്തിനൊക്കെ വരാറുണ്ട്. ഭയങ്കര തിരക്കാരുണ്ട്. അപ്പൊ പൈസക്കാരടുത്ത് പോകാൻ ഒരു തിരക്കില്ലാലോ. ഈ വിഷയത്തിന് 1 മണിക്കൂറല്ലേ ഞാൻ ആവശ്യപ്പെട്ടേ? ഞാൻ ഇവിടെ വരാന്നല്ലേ പറഞ്ഞേ? ഇവരെ നമ്മളെ ആട്ടുകാരെ കൂട്ടി വരാന്നല്ലേ പറഞ്ഞേ? എന്നിട്ടെന്താ ഞാൻ കിബിറ് പറഞ്ഞാലോ പേരോടായിട്ട് സമ്മാനം നടത്തി. ഞാൻ പണ്ട് പറയേനും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒന്നുമല്ലാന്ന് വെച്ചാല് എന്താണ് ഒരു അതപ്പതിച്ച ഒരാളെ എനിക്കറിയില്ല. കാരണം അത്ര താണുപോയി നിങ്ങൾ.
നിങ്ങൾ മൊയ്ലാർ എന്നുള്ള സ്ഥാനം, പണ്ഡിതൻ എന്നുള്ള സ്ഥാനവും മൊയ്ലാർ എന്നുള്ള സ്ഥാനത്തൊക്കെ താണ് എന്റെ പച്ചയിറച്ചി തിന്നുന്ന സ്ഥാനത്തേക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നിങ്ങളെ വെല്ലുവിളിക്കൽ എനിക്കൊരു മഹത്വമല്ല, നിങ്ങളോട് സംവാദം നടത്തൽ എനിക്കൊരു മഹത്വമല്ല, അതെനിക്ക് മോശ, പിന്നെ നിർബന്ധമായോണ്ട് ചെയ്യുന്ന. അതുകൊണ്ട് തന്റേടുണ്ടെങ്കിൽ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട, അൻസാർ മാഷിക്ക് കിതാബിനോടൊന്നും പറയണ്ട, ഞാൻ വേറെ മൊയ്ലാറൊക്കെ വായിപ്പിക്കുക. എനിക്ക് കിതാബ് അറിയാത്തതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ മൊയ്ലാറൊക്കാം. ആശയം എന്റെ മുന്നിൽ പറയാൻ തന്റേടുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാണ്. അതെ, ഞാൻ വിളിക്കാൻ ഉദ്ദേശിച്ചത് സംസാരിക്കുകയാണെങ്കിൽ ഇവരെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ വന്നേ ഒരു മുഹമ്മദ് സാഹിബ്, ഞാൻ അയാളെ ഇരുത്താം. ഇപ്പൊ മൊയ്ലാർ അല്ലാത്തതിന്റെ കുറ്റമൊന്നും പറയണ്ട, ധൈര്യം ഉണ്ടെങ്കിൽ സംവാദത്തിന് തയ്യാറായി. ഞാൻ നീട്ടുന്നില്ല, ക്ഷമിക്കണം. ഇത് ഇനി ഒറ്റ കാര്യം, നമ്മളെ പ്രിയപ്പെട്ട ഈ അബ്ദുറഹ്മാൻക എന്നെ ആ പയ്യോളി വന്നിട്ട് പറഞ്ഞ ഒന്നാണ് മാമുവിന്റെ കഥ. അപ്പോ എന്നിട്ട് മൂപ്പർ പറഞ്ഞു, അത് ഇനിയിപ്പോ നീണ്ടുപോകും, മാമൂനിന്റെ കഥ പറഞ്ഞു. അതുപോലെ എന്താണ് ഈ എന്റെ വിഷയം എന്താന്ന് വെച്ചാല് കിതാബ് ഓതാത്തം. ആദ്യം മൂപ്പർ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ജമ്മുൽ ജവാമി ഓതിക്കൊന്ന പോട്ടെ, പത്തി താഴെ കണ്ടിക്കോ, ഇവരെല്ലാം ഇൽമു പറഞ്ഞിട്ട് എന്നെല്ലാം പറഞ്ഞു. എന്താ പേടിന്ന് വെച്ചാല് മൂപ്പർ എന്നെ വിളിക്കാതിരിക്കാൻ കാരണം മൂപ്പർ ചിലപ്പോ പണത്തിന്റെ ഒന്നും പ്രശ്നമായിരിക്കില്ല. മൂപ്പർക്ക് അറിയാം അങ്ങനെ പരിപ്പൊന്നും ഇവിടെ വേവൂല, ഉള്ളത് പറഞ്ഞാൽ നേരെ പോവാ. അങ്ങനെ മൂപ്പർ അതില് രഹസ്യം എന്ന് വെച്ചാൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ മുഴുവൻ അബദ്ധങ്ങളാണ്. പല അബദ്ധവും പറഞ്ഞു. ഞാനിപ്പോ അത് ഇനി നീണ്ടുപോകും, ഞാൻ അതിലേക്ക് പോകുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണം, ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോ ഈ എന്താ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻക്ക് എന്നെ ശരിയാക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് നല്ല ചിരി വന്നിന്. കാരണം ഒരാളിങ്ങനെ വന്നു കിട്ടിയാല് മൂപ്പർ വന്ന വകയില് മൂപ്പർ മക്കള് ഞാൻ പഠിപ്പിച്ചതാ, +2 പഠിപ്പിച്ച കുട്ടികളാ, പക്ഷെ എന്നോട് ബിണ്ടലില്ലേനു. ഏത് ഈ ഭക്തി കാരണം. അങ്ങനെ അവരും കൂടെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അവരും മനസ്സിലാക്കി, വേറെ കുറെ ചെറുപ്പക്കാർ അവരെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലാക്കി. ഇപ്പൊ പയ്യോളി ഈ നമ്മളെ ഏപ്പിക്കാരെന്ന് പറയാം, ഒരാളും ഇയാൾക്ക് നല്ല സുഖ. അൻസാർ മാഷ് കാണണ്ടാലോ, പക്ഷെ പയ്യോളി കുറെ സക്കാഫിമാരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ഉസ്താദെ, എന്നെ കാണുന്ന നേരം മരിച്ച പുരയിൽ വരുന്നില്ല, ഞാൻ ഉണ്ടാകുന്നതുകൊണ്ട് കല്യാണ പുരയിൽ വരുന്നില്ല. ഏതുവരെ നിങ്ങളറിയോ, ഒരു മരുവന്റെ വിവാഹ പരിപാടിക്ക് കാരണം പോയില്ല. ഞാൻ വരുമെന്ന ഒരു ലെന്ന്, പക്ഷെ എനക്കൂര വേദനയായിട്ട് പോയിക്കില്ല. അങ്ങനെ പാവം ഉണ്ടായിട്ടിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ കാണുന്ന നേരം ബേജാറായി നടക്കുക. സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു മര്യാദ ഉള്ളതുകൊണ്ട് ഞാൻ ഓരെന്താന്ന് റോട്ടുമെന്നൊന്നും ചോദിക്കേറ്റ. അതുകൊണ്ട് പാവങ്ങളൊന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് അതെല്ലാം തൗബ ചെയ്ത് ഒഴിവാക്കി. അതുകൊണ്ട് അബ്ദുറഹ്മാൻക്ക് വേണ്ടി വേദി ഒഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ കുറ്റ്യാടി സിറാലുദ പഠിക്കുന്ന മുത്തലിമുകളുടെ കിതാബെല്ലാം ഇവർ പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട, ഒന്ന് നല്ലോണം നോക്കിക്കള. അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ഫോണിൽ ചോദിക്കി, ഇവരോട് ചോദിച്ചിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മുത്തലി ഉസ്താദിനോടോ അല്ലെങ്കിൽ ത്വഹാ തങ്ങളോടോ ഞാൻ ചോദിക്കി, പേരോട് ഉസ്താദിനോട് പിന്നെ സംശയമായിട്ട് പോണ്ട. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ